Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഗുഡ് മോർണിംഗ് ഓൾ. ഫസ്റ്റ്ലി ഒരു അപ്പോളജി, കാരണം ഇന്നത്തെ വീഡിയോ ഒരു അല്പം ലേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഷെയർ ആവുന്നത്. കാരണം ഇന്ന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് തിരക്കായി പോയി, അതുകൊണ്ടാണ് ഡിലേ ആയിട്ട് ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് മൂവിങ് ഫോർവേഡ് കറക്റ്റ് 8 മണിക്ക് തന്നെ വീഡിയോസ് ഷെയർ ആവുന്നതായിട്ട് മാക്സിമം ശ്രമിക്കാം. സോ ഫസ്റ്റ്ലി നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയും. ഇതൊരു പ്രീവിയസ് സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്തിട്ടാണ് ഇനീഷ്യലി ഒരു സെൽ ഓഫ് വന്നിരുന്നു, പക്ഷെ അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിക്കവറി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലെവൽ ഓഫ് ബുള്ളിഷ്നെസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. സോ നിഫ്റ്റിയുടെ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് വരുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ, അതിൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഒരു 563. ആൻഡ് അത് മാത്രമല്ല, അതിൻ്റെ ഒരു കോൺഫ്ലുവൻസ് വേറൊരു റെസിസ്റ്റൻസ് വരുന്നത് അറൌണ്ട് ആ സെയിം ലെവലാണ്. കാരണം ഈ ക്യാൻഡിലെ ഹൈ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്നാണ് നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് തിരിച്ച് ആ ഒരു പോയിന്റിലേക്ക് റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പോകുന്നത്. മാത്രമല്ല ഇത് പ്രീവിയസ് ടൈം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് റീജിയനും കൂടായിരുന്നു. സോ സംവെയർ അറൌണ്ട് 500 to 535 ആണ് നിഫ്റ്റിക്ക് വരുന്ന നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ്. സോ നമുക്കൊരു അറൌണ്ട് 150 പോയിന്റ്സിന്റെ ഒരു സ്പേസ് ആണ് നിഫ്റ്റിക്ക് മുകളിലോട്ട് മൂവ് ആവാനായിട്ടുള്ളത്. ഇൻ കേസ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് പിന്നെയും ബ്രേക്ക് ആകുകയാണെങ്കിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ആവും. ഇൻ കേസ് ഇവിടെ പോയിട്ടും മാർക്കറ്റ് റിജക്റ്റഡ് ആവുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റ് നെഗറ്റീവ് ക്യാൻഡിൽ അടിച്ചിട്ട് റിജക്റ്റഡ് ആവുകയാണെങ്കിൽ മേ ബി ഈ ഒരു ഡൗൺവേർഡ് ട്രെൻഡിങ് ലെവലിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു പോയിന്റ് വളരെ ക്രൂഷ്യൽ ലെവലായിരിക്കും നിഫ്റ്റിക്ക് ക്രോസ് ചെയ്യാനായിട്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ചെയ്യണം. നേരെ നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് പോകാം. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്തൊരു ലെവലുണ്ട്. ആ ലെവൽ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ് കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആൻഡ് നിങ്ങൾക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റി രാവിലെ ഒരു ഫേക്ക് ബ്രേക്ക് ഡൗൺ, ഇൻഫാക്ട് ഒരു ബെയർ ട്രാപ്പ് ആയിരുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം സൈഡ് വേസ് മൂവ് ചെയ്തു. ഇവൻച്വലി ഒരു ഫ്ലാഗ് ആൻഡ് ഫോൾ ബ്രേക്ക് ഡൗൺ വന്നു. ഈ ഗ്യാപ്പ് ഫില്ലായി. സോ ഇതാണ് ഗ്യാപ്പ്, നമ്മൾ പഠിപ്പിക്കുന്ന ആ ഗ്യാപ്പിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. ആ ഗ്യാപ്പ് ഫില്ലായതിനു ശേഷം ഇവിടുന്ന് പിന്നെയും ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്തെങ്കിലും ഈ ക്യാൻഡിലോടെ അപ്സൈഡിലേക്ക് ബ്രേക്ക് ആകുകയും ഇവൻച്വലി അതൊരു സ്ട്രോങ് ആയിട്ടുള്ള അപ്പും, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഈ ലെവൽ. അപ്പം നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റും കൂടെ ഇവിടെ പഠിക്കാം. മൾട്ടിപ്പിൾ ടൈംസ് ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റഡ് ആകുകയാണെങ്കിൽ ഇവൻച്വലി അത് ബ്രേക്ക് ചെയ്യും, അത് വീക്ക് ആവും, അത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് ഏകദേശം 200 പോയിന്റ്സിന്റെ അപ്പ് മൂവ് കഴിഞ്ഞിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്, ഇന്നലെ ക്ലോസ് ആയിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി മേജർ റെസിസ്റ്റൻസ് എവിടെയാന്ന് നോക്കാം. ഫസ്റ്റ്ലി ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നോ മോർ വീക്കാണ്. കാരണം ഇനി നമ്മൾ എപ്പോഴും ഒരു ബുള്ളിഷ് മൊമെന്റത്തിന് വേണ്ടി പ്ലേ ആവുള്ളൂ. ബാങ്ക് നിഫ്റ്റി ഇനി ഷോർട്ട് ചെയ്യുന്ന മണ്ടത്തരമായിരിക്കും. സോ അറ്റ്ലീസ്റ്റ് ഒരു 44,000 വരെയെങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. സോ ഈ പറഞ്ഞ മേജർ റെസിസ്റ്റൻസ് ആയിരുന്ന റീജിയൻ 43,628 അറൌണ്ട് സോൺ, ആ സോണിൽ തിരിച്ചു വരുവാണെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏകദേശം 44,000 വരെ നമുക്ക് എന്താണ് മാർക്കറ്റിൽ മിനിമം ഒരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. സോ ഫസ്റ്റ്ലി നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ എടുക്കാം. ഇന്നത്തെ ഇൻട്രാഡേ മൊമെന്റം എങ്ങനെ ട്രേഡ് ചെയ്യാൻ നോക്കാം. സോ ഓൾറെഡി മാർക്കറ്റിൽ ഇന്നലെ ഒരു ഷാർപ്പ് മൊമെന്റം വന്നിട്ട് സംവെയർ അറൌണ്ട് വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ് 43,734 റേഞ്ചിലാണ്. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മേ ബി ഇത് പിന്നെയും ഒരു ഫ്ലാഗ് ആൻഡ് ഹോൾഡ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഈ ഒരു സോൺ റീടെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് പിന്നെയും ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അല്ല ഇൻ കേസ് ഗ്യാപ്പ് ഓപ്പണിംഗ് ഡയറക്ട്ലി ഈ ഒരു 44,000 റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് വരും. ആ ഒരു ഗ്യാപ്പ് ഫിൽ ആയതിനു ശേഷം പിന്നെ ആയിരിക്കും വെയിറ്റ് ചെയ്തിട്ട് ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഓൾറെഡി ഇത്രയും മൊമെന്റം വന്ന സ്ഥിതിക്ക് നമുക്ക് മാക്സിമം ഒരു 44,000 44,100 റേഞ്ച് വരെയാണ് ഇന്നത്തെ ഒരു അപ് ട്രെൻഡ് നമുക്ക് കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന. ഇവൻച്വലി ഒരു പുൾ ബാക്ക് കഴിഞ്ഞ് മാത്രമായിരിക്കും ആ ഒരു ട്രെൻഡിന്റെ പിന്നീടുള്ള കണ്ടിന്യൂഷൻ. സോ ഇന്നലെ ഒരു ട്രെൻഡിങ് ഡേ ആയതുകൊണ്ട് തന്നെ മേ ബി ഇന്നൊരു സൈഡ് വേസ് ഡേ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി യു ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ വെയർ ഇറ്റ് ഓപ്പൺസ്. ഇൻ കേസ് ഈ ഒരു റേഞ്ചിൽ ഗ്യാപ്പ് ഡൗൺ വന്നാലും ഇവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് പിന്നെയും ബ്രേക്ക് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ഒരു നമ്മുടെ എക്സ്പെക്ടേഷൻ. നമുക്കിനി ഡേറ്റ അനാലിസിസ്. CFA ഡേ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആക്ച്വൽ ട്രെൻഡ് ഇപ്പോഴും
അവർ ദേ ആർ സ്റ്റിൽ ഹോൾഡിങ് മോർ നമ്പർ ഓഫ് ഷോർട്ട് പൊസിഷൻ. പക്ഷേ നവംബർ 1 നോക്കിക്കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ആവുന്നത് കാണാം. മാത്രമല്ല ഇന്നലത്തെ ആക്ടിവിറ്റി ട്യൂസ്ഡേ. സോ ട്യൂസ്ഡേയിലെ ബെയറിഷ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് എടുത്തിരിക്കുന്നെങ്കിലും വളരെ മിനിമൽ ആയിട്ടുള്ള നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി ആണ് ഇതൊക്കെ. സ്റ്റോക്കിൽ സെല്ലിംഗ് ഉണ്ട്, പക്ഷെ വളരെ മിനിമലായി. മാത്രമല്ല ഫ്യൂച്ചേഴ്സിലും സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഫിഗേഴ്സ് വരാൻ തുടങ്ങി. സോ ഡി ഐ ഡേറ്റ നോക്കിയാലും നമുക്ക് സ്റ്റിൽ ഒരു ചെറിയൊരു ഷോർട്ട് കവറിങ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ ട്രെൻഡ് ആക്ച്വലി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിഫ്റ്റിയുടെ ആ ഒരു ലെവൽ ബ്രീച്ച് ചെയ്ത് മുകളിലോട്ട് പോകുമ്പം ഈ ഒരു ഡേറ്റ നമുക്ക് കുറെ കൂടെ റിലയബിൾ ആവും.